ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്ക് ഇന്നത്തെ ജനറൽ റീഡിംഗ് ആയിട്ട് എടുക്കാം, ജനറൽ ഗൈഡൻസ് ആയിട്ട് എടുക്കാം. ഇന്നത്തെ ദിവസം നിങ്ങൾക്കുള്ള നിങ്ങളുടെ എനർജി എങ്ങനെയായിരിക്കും, നിങ്ങളുടെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ എന്തായിരിക്കും നടക്കുന്നത് നോക്കാം. ആൻഡ് ഗൈഡൻസ് ആയിട്ട് ഞാൻ അഫർമേഷൻസ് എടുത്തേക്കാം നിങ്ങൾക്ക്. ഓക്കെ, വീക്കെൻഡ് ആണ്, എന്നാലും സാരല്ലേ, നമുക്കൊന്ന് നിങ്ങളുടെ ദിവസത്തിൽ നിങ്ങൾക്കുള്ള കാർഡ്സ് വെച്ചിട്ട് എന്താ കാർഡ്സ് നിങ്ങളോട് ഇന്നത്തെ ദിവസം എന്താ പറയുന്നത് നോക്കാം. Devil energy, 6 of Pentacles. ഓക്കെ, ഇവിടെ സത്യം പറഞ്ഞാൽ എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊരു ടോക്സിക് സിറ്റുവേഷൻ നിങ്ങൾ പുറത്ത് വരുന്ന ഒരു എനർജിയാണ്. ഓക്കെ, ഇതിവിടെ 15 ആണ്, 15 നമ്പറാണ്. 15 ഇസ് ടോട്ടൽ 6 എന്ന് വിളിക്കാം. ഇവിടെയും ഒരു 6 നമ്പർ ഉണ്ട്. ഓക്കെ, 6 എന്ന് പറയുമ്പോൾ തന്നെ നമ്മളൊരു പാസ്റ്റ് ലൈഫിൻ്റെ കണക്ഷൻ എന്ന രീതിക്ക് എടുക്കും, അല്ലെങ്കിൽ ഒരു കാർമിക് നമ്പർ അല്ലാതെ ബട്ട് പാസ്റ്റ് ലൈഫിൻ്റെ ഒരു സിറ്റുവേഷൻ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ എവിടെയോ ഒരു ഗിവൺ ടേക്കിൻ്റെ കാര്യം പറയാം. ഇവിടെ നിങ്ങൾ എന്തെങ്കിലും പെട്ട് നിന്നതിൽ നിങ്ങൾ പുറത്ത് വരുന്ന പോലെയാണ്. എവിടെയോ ഒരു ഇംബാലൻസ് ഉണ്ടായിരുന്നു നിങ്ങളുടെ ലൈഫിൽ. അതായത് എവിടെയോ നിങ്ങൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കൂടുതൽ അങ്ങോട്ട് ചെയ്തു കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ ഭാഗത്തു നിന്നായിരുന്നു ഓവർ എഫേർട്ട്, അല്ലെങ്കിൽ അതൊരു ടോക്സിക് ആയ ഒരു സിറ്റുവേഷൻ ആയിരുന്നു എന്നാണ് കാണുന്നത്. ഇപ്പോൾ ഫൈനാൻഷ്യലി നിങ്ങൾ കൊടുത്തതായിരിക്കാം, അല്ലെങ്കിൽ ഫാമിലിയിലായാലും ഫ്രണ്ട്സിൻ്റെ ഇടയിലായാലും റിലേഷൻഷിപ്സിലായാലും ഏത് കാര്യത്തിലും ജോലി സ്ഥലത്ത് അങ്ങനെ എവിടെയോ നിങ്ങൾ ഓവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ അങ്ങോട്ട് കൂടുതൽ ചെയ്തിട്ടുണ്ട്. അതൊരു ടോക്സിക് സിറ്റുവേഷൻ ആയിരുന്നു. നിങ്ങൾ അതിൽ പെട്ട് നിൽക്കുന്ന പോലെ നിങ്ങൾക്ക് തോന്നിക്കാണും. നിങ്ങൾക്ക് അതിൽ നിന്ന് പുറത്ത് വരാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ഓക്കെ, മേ ബി സിറ്റുവേഷൻ സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കും, പല അവസരങ്ങൾ നിങ്ങൾ കൊടുത്തതായിരിക്കാം, എന്തോ ആവാം. സംവെയർ പക്ഷേ ആ ഒരു ഇംബാലൻസ് ഇവിടെ വരാൻ തുടങ്ങിയിരുന്നു. ദാറ്റ് നിങ്ങൾ അങ്ങോട്ട് കൊടുത്തുകൊണ്ട് മാത്രം ഇരിക്കുകയാണ്, ഇങ്ങോട്ട് തിരിച്ച് കിട്ടുന്നില്ല നിങ്ങൾക്ക് എന്ന രീതിക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സോ അതിൽ നിന്ന് നിങ്ങൾ പുറത്ത് വരുന്ന ഒരു എനർജിയാണ് എനിക്ക് കാണുന്നത്. മെയിനായിട്ട് ടവർ കാർഡാണ്. സോ ഇവിടെ നിങ്ങൾ എന്തിൽ വിട്ടുമാറി, ഇതൊരു നമ്മൾ ഇൻഡിപെൻഡൻറ്റ് എനർജി എന്ന് വിളിക്കും, അല്ലെങ്കിൽ നമ്മൾ തനിച്ച് നിൽക്കുന്ന ഒരു എനർജി, കോൺഫിഡൻ്റ് ആയിട്ട് ഒരു പേഴ്സൺ എന്നുള്ള രീതിക്ക് എടുക്കാം. നിങ്ങൾ തനിച്ച് നിൽക്കുന്ന ഒരു എനർജിയാണ് എനിക്ക് വരുന്നത്. നിങ്ങൾ എന്തിൽ നിന്നോ പുറത്ത് വന്ന പോലെയാണ്. നിങ്ങളെ ഒരു സ്റ്റക്കാക്കി നിർത്തിയിരുന്ന ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾക്ക് നല്ലതല്ലാത്തൊരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ പുറത്തു വന്ന പോലെയാണ്. ആൻഡ് ടവർ കാർഡ് അങ്ങനെ ഒരു എൻഡിങ് വരുന്നുണ്ടെങ്കിൽ തന്നെ അതെപ്പോഴും എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അങ്ങനെ തകർന്നു പോകുന്നുണ്ടെങ്കിൽ അതവിടെ ആ ബിൽഡിങ്ങിൻ്റെ ഫൗണ്ടേഷൻ തന്നെ ശരിയായിരുന്നില്ല, അതുകൊണ്ടാണ് അതിൻ്റെ അടിത്തറ തന്നെ ശരിയായിരുന്നില്ല. സോ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ആണ് വീണ് പോകുന്നത്, അങ്ങനെയുള്ള ബിൽഡിംഗ് ആണ് വീഴുക വേഗം, അല്ലേ? സോ ഇവിടെ സംഭവിച്ചത് അതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ എൻഡിങ് വന്നിട്ടുണ്ടെങ്കിൽ, ഒരു ടവർ മൊമെൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റീസൺ അത് സ്റ്റഡി ആയിട്ടുള്ള ഒരു സാധനമായിരുന്നില്ല. ഓക്കെ, അവിടെ ഒരു സ്റ്റഡി ആയിരുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് മെയിൻലി ഇവിടെ പറയുന്നത് ഈക്വൽ ഗിവൻ ടേക്ക് ഇല്ല എന്നാണ്. ഓക്കെ, നിങ്ങൾ അങ്ങോട്ട് മാത്രം ചെയ്തുകൊണ്ടിരുന്നു, നിങ്ങൾ അങ്ങോട്ട് അത് ടോക്സിക് ആയിട്ട് മേ ബി നിങ്ങളുടെ ഒരു അറ്റാച്ച്മെൻറ്റ് കാരണമായിരിക്കാം, എവിടെയോ അത് പക്ഷെ ഒരു ബോണ്ടായിട്ട് നിങ്ങൾക്കത് ഫീൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ നിന്ന് പുറത്ത് വരാൻ പറ്റാത്ത പോലെ, നിങ്ങൾക്ക് അതിൽ നിന്ന് വിട്ട് വരാൻ പറ്റാത്ത രീതിയിൽ നിങ്ങൾ സ്റ്റക്കായി പോയിരുന്നു. ഓക്കെ, അത് മേ ബി നിങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്തായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളായിട്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾ വിട്ടുകൊടുത്ത് പലപ്പോഴും നിന്നതായിരിക്കാം. സ്റ്റക്കായി നിന്നതിൽ അതിൽ പക്ഷേ വളരെയധികം ഇംബാലൻസ് ഉണ്ടായിരുന്നു. നിങ്ങൾ അങ്ങോട്ട് ചെയ്തു, ഇങ്ങോട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അതായത് ആ റിയലൈസേഷൻസ് നിങ്ങൾക്ക് വന്നതായിരിക്കാം. ഓക്കെ, ആ തിരിച്ചറിവ് നിങ്ങൾക്ക് വന്ന പോലെയാണ്. ആൻഡ് അതിൽ നിങ്ങൾ പുറത്ത് വരുന്ന രീതിയിലാണ് എനർജി വരുന്നത് എനിക്ക്. സോ ഡെവിൾ എനർജിയിൽ ഒരു ടോക്സിക് സിറ്റുവേഷൻ, ടോക്സിക് എനർജി, ടോക്സിക് പ്ലേസ്, ടോക്സിക് വർക്ക്, ടോക്സിക് പേഴ്സൺ എന്ത് തന്നെ ആയിക്കോട്ടെ, ഈവൻ ഫാമിലി വട്ടെവർ ഏതിലായാലും ആ ഒരു ടോക്സിക് സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ പുറത്ത് വരാൻ, അത് ടവർ മൊമെൻറ്റ് ഇത് ചിലപ്പം നിങ്ങളായിട്ട് ചെയ്തതായിരിക്കാം, അല്ലെങ്കിൽ ഇവിടെ കൂടുതൽ നമ്മൾ പറയാറുള്ളത് ഒരു സഡൻ ഷോക്ക് വരുന്ന പോലെയാണ്. ഒന്നെങ്കിലും നിങ്ങൾക്കൊരു ഷോക്കായിട്ട് എന്തെങ്കിലും കിട്ടിക്കാണും, അല്ലെങ്കിൽ ഒരു പെട്ടെന്ന് യൂണിവേഴ്സായിട്ട് ചിലപ്പോൾ എന്തെങ്കിലും ചെയ്ത് കാണും. സഡൻലി ആ സഡൻ ചേഞ്ച് നിങ്ങൾക്കൊരു വിഷമം ഉണ്ടാക്കി കാണാം, ബട്ട് അറ്റ് ദ സെയിം ടൈം അത് നിങ്ങൾക്ക് നല്ലതാണ്. ഓക്കെ, നിങ്ങളിവിടെ ബട്ട് ഐ തിങ്ക് നിങ്ങളിപ്പോൾ അത് ഡീൽ ചെയ്യാൻ നിങ്ങൾ കോൺഫിഡൻറ്റുമാണ്. ഓക്കെ, നിങ്ങൾ എപ്പോഴും നമ്മളൊരു പറയുന്ന ഒരു കാര്യമുണ്ട്, യൂണിവേഴ്സ് നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ തരുന്നുണ്ടെങ്കിൽ തന്നെ അത് വരുന്നത് അത് നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന സമയത്തായിരിക്കും. ഓക്കെ, നിങ്ങളത് ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു മെച്യൂരിറ്റി എത്തി നിൽക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഒരു കോൺഫിഡൻറ്റ് ലെവലിൽ നിങ്ങൾ നിൽക്കുന്നുണ്ടാവും. മേ ബി എനിക്ക് തോന്നുന്നത് എന്താ അറിയോ, നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരുന്നു ഇതിങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന്. നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരുന്നു, നിങ്ങളത് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവും. സോ അതുകൊണ്ട് തന്നെ ഇപ്പം നിങ്ങൾ ഇവിടെ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു എനർജിയാണ് എനിക്ക് കാണുന്നത്. ഇത് ലേഡീസ് എന്നല്ല, ജെൻസ് ആയാലും ആരായാലും. ഓക്കെ, ഈ സിറ്റുവേഷൻ ആക്ച്വലി സത്യം പറഞ്ഞാൽ എനിക്കിത് ഇങ്ങനെ തന്നെയാണ് ഫീൽ ചെയ്ത്. ജസ്റ്റിസ് റിവേഴ്സ്, യെസ്, ഇത് ഇങ്ങനെ തന്നെയാണ് ഒന്നും എടുക്കേണ്ടത്. കാർഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞതാണ്, ബട്ട് യെസ്, വെരി ഗുഡ്. സി
യൂണിവേഴ്സായിട്ട് ചെയ്യുന്ന ന്യായമാണിത്. ഓക്കെ, യൂണിവേഴ്സായിട്ട് ഇവിടെ ജഡ്ജ്മെന്റ് ടൈം കൊണ്ടുവന്നതാണ്. ഓക്കെ, നിങ്ങൾക്കൊരു തിരിച്ചറിവ് കൊണ്ടുവന്നതാണ്, അല്ലെങ്കിൽ നിങ്ങളോട് പറയുകയാണ്. ഓക്കെ, അണ്ടർസ്റ്റാൻഡ് ദ സിറ്റുവേഷൻ. ഓക്കെ, മതി നിങ്ങൾ അതിൽ പെട്ട് നിന്നത്. ന്യായമായിട്ടല്ല ഇവിടെ നടന്നത് ഇത്രയും കാലം. ഓക്കെ, നിങ്ങളോട് ന്യായമായതല്ല നടന്നത്. സോ ദാറ്റ്സ് ദ റീസൺ. ഓക്കെ, അതുകൊണ്ടാണത് തകരുന്നത്. എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നല്ലതല്ലാത്തതായിരുന്നു എന്ന് യൂണിവേഴ്സ് കാണിച്ചു തരുവാണ്. നിങ്ങളോട് പറയുന്നുണ്ട് ഇവിടെ. ഇതൊരു നമ്മൾ യൂണിവേഴ്സൽ ദൈവത്തിൻ്റെ ഒരു എനർജി ആയിട്ട് എടുക്കാം. നമ്മുടെ ഹൈറോഫൻ്റ് പറയുന്നത് മേ ബി നിങ്ങൾ കുറെ കൂടി സ്പിരിച്വലി കൂടുതൽ നിങ്ങൾ ഗ്രോ ചെയ്യുന്നുണ്ടാവാം. സ്പിരിച്വൽ ഗ്രോത്ത് നിങ്ങൾക്ക് ഉണ്ടാവാം. അതിൻ്റെ ആയിരിക്കാം, അതുകൊണ്ടായിരിക്കാം അത് കാണിച്ചു തരുന്നത്. യൂണിവേഴ്സ് നിങ്ങളുടെ മുമ്പിൽ ചിലത് കാണിച്ചു തരുന്നത്. ഇവിടെ ജഡ്ജ്മെന്റ് സമയം വന്നിട്ടുണ്ട്. ഇനി ശരിക്കും എഴുന്നേക്കൂ, നോക്കൂ എന്ന്. ഐ തിങ്ക് ഇന്നലെയോ എപ്പോഴും ഞാൻ ഉണരൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ 2 ദിവസം എപ്പോഴും റീഡിങ് ഇട്ടിരുന്നു. യെസ്, ഉണരാനുള്ള സമയമായി. അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ അത് യൂണിവേഴ്സ് നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ്. ന്യായമായത് അല്ലാത്ത സ്ഥലത്ത് നിന്ന് നിങ്ങളോട് മാറാനാണ് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ ബോൾഡായിട്ട് നിങ്ങൾ ആക്ഷൻ എടുക്കുന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്. വാക്ക് അവേ എനിക്ക് കാണുന്നുണ്ട്. ഒരു സിറ്റുവേഷൻ നിങ്ങൾ വിട്ടുപോകുന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. ബട്ട് ഡോണ്ട് വറി. ഞാൻ എത്രേ പറയുന്നുള്ളൂ, യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ് എപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട്. ജഡ്ജ്മെൻറ്റ് യൂണിവേഴ്സായിട്ട് ന്യായം നിങ്ങൾക്ക് വേണ്ടത് എപ്പോഴും ചെയ്യും. ഓക്കെ, ഒരിക്കലും നിങ്ങൾ വിഷമിക്കരുത്. എന്തെങ്കിലും അങ്ങനെ ഒരു വേദനിപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ടെങ്കിൽ തന്നെ ഇവിടെ നിങ്ങളുടെ കഴിവിൽ നിങ്ങൾ വിശ്വസിക്കുക. അവനവൻ്റെ കഴിവിൽ നിങ്ങൾ വിശ്വസിക്കുക. അവനവൻ്റെ പവറിൽ നിങ്ങൾ വിശ്വസിക്കുക. ഓക്കെ, നിങ്ങൾ അങ്ങോട്ട് ഒരുപാട് ഓവർ ഗിവിങ് ആയിട്ടൊക്കെ ഐ തിങ്ക് ഇത് 1-2 ദിവസം ഞാൻ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും വന്ന പോലെ തോന്നുന്നുണ്ട്. സോ ഐ തിങ്ക് ബട്ട് നിങ്ങളിപ്പോൾ വിട്ടുമാറാനുള്ള ഒരു കോൺഫിഡൻസ് നിങ്ങൾ കൊണ്ടുവന്ന പോലെയാണ്. ഇനി മതി എന്ന് നിങ്ങൾ തീരുമാനിക്കുന്ന പോലെയാണ്. ഓക്കെ, സോ ഈ ടവർ മൊമെൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നല്ലതാണ്. ആ ടോക്സിക് സിറ്റുവേഷൻ നിങ്ങളെ പുറത്ത് കൊണ്ടുവരികയാണ്. നിങ്ങൾക്ക് വിട്ടുപോകാനുള്ള ഒരു ധൈര്യം കിട്ടും. ഓക്കെ, അതാണ് ഉണ്ടാവുന്നത്. ആ ഡബിൾ എനർജിയുടെ ഇത് കണ്ടില്ലേ നിങ്ങൾ പിക്ചർ? എനിക്കിപ്പോൾ ഇവിടെ ഒരു നമ്മൾ ചെയിൻ ഇട്ട് ഇങ്ങനെ കെട്ടി നിൽക്കുന്ന പോലെയാണ്. അതിൽ നിങ്ങൾ വിട്ടുപോകുന്ന പോലെയാണ്. സോ ദാറ്റ്സ് റിയലി ഗുഡ്. ഓക്കെ, സോ നിങ്ങൾ അങ്ങനെ ഒരു തീരുമാനം നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ നല്ലതാണ്. നിങ്ങളുടെ ലൈഫിലേക്ക് വേറെ നല്ലത് ബ്ലെസ്സിങ് കൊണ്ടുവരും. ഞാൻ നിങ്ങൾക്ക് വേണ്ട ഒരു എന്താ പറയുക അഫർമേഷൻസ് തരാം. നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ രീതിയിൽ. ഐ ഹോപ്പ് നല്ല മെസ്സേജസ് യൂണിവേഴ്സിനെ പറയട്ടെ. തിങ്സ് ഓൾവേസ് ടേൺ ഔട്ട് ഫോർ ദ ബെസ്റ്റ് ഇൻ ദി എൻഡ്. യെസ്, നമ്മൾ എന്ത് സിറ്റുവേഷൻ ആയാലും ശരി അതിൻ്റെ അവസാനം നല്ലതായിരിക്കും എന്ന് നിങ്ങൾ വിശ്വസിക്കുക. എന്ത് തന്നെ ടവർ മൊമെൻറ്റ് വന്നാലും എന്ത് തകർന്നാലും ശരി എല്ലാം നല്ല ബെസ്റ്റ് തന്നെ ആവും പിന്നീട് എന്ന് വിശ്വസിക്കാം. ഓക്കെ, ആൻഡ് ഇത് അഫർമേഷൻ യൂസ് ചെയ്തോളൂ. തിങ്സ് ഓൾവേസ് ടേൺ ഔട്ട് ഫോർ ദ ബെസ്റ്റ് ഇൻ ദി എൻഡ്. ഐ അട്രാക്ട് പോസിറ്റീവ് എനർജി. യെസ്, നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ പോസിറ്റീവ് എനർജി അട്രാക്ട് ചെയ്യാൻ എന്ന് പറയാം. ഓക്കെ, സേ ദാറ്റ് നിങ്ങളിത് കീപ് റിപ്പീറ്റിംഗ് ദിസ് വൺ. ഐ അട്രാക്ട് പോസിറ്റീവ് എനർജി, ഐ അട്രാക്ട് പോസിറ്റീവ് എനർജി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാം. എൻ്റെ ഇവിടെ ഐ ഡിസേർവ് ടു ഫീൽ അമേസിങ് എവറി ഡേ എന്നുണ്ടായിരുന്നു. എനിക്കത് പറയണം തോന്നി. നിങ്ങൾ എന്താണ് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയാം. ഞാൻ ക്വീൻ ഓഫ് വോൺസ് എനർജി അതാ പറഞ്ഞത്. നിങ്ങൾക്ക് കഴിവുണ്ട്, ടാലൻസ് ഉണ്ട്, യു ഹാവ് ദ പൊട്ടൻഷ്യൽ എവറിത്തിങ്. ഓക്കെ, ആൻഡ് നിങ്ങൾ ശരിക്കും ഈവൻ ലൈക്ക് അവനവനെ നിങ്ങൾ വളരെ ഒരു എങ്ങനെയാ അത് പറയാമെന്ന് എനിക്കറിയില്ല. ഓക്കെ, യു ആർ അമേസിങ്. അത്രേ പറയുന്നുള്ളൂ. 1 വേർഡ്, യു ആർ അമേസിങ് ആൻഡ് യു ഡിസേർവ് ടു ഫീൽ അമേസിങ് എവറി ഡേ. ഓക്കെ, നമ്മൾ എന്തെങ്കിലും ടോക്സിക് സിറ്റുവേഷനിലൊക്കെ പെട്ട് നിൽക്കുമ്പോൾ ശരിക്കും നമ്മളെ തന്നെ മറന്നു പോകും. ഓക്കെ, അതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കുക, നോ, ഐ ഡിസേർവ് ദിസ്, ഐ ഡിസേർവ് ടു ഫീൽ അമേസിങ് എവറി ഡേ എന്ന് മനസ്സിലാക്കുക. ഐ ലെറ്റ് ഗോ ഓഫ് വാട്ട് ഐ കാൺ കൺട്രോൾ ഉണ്ടായിരുന്നു. ബട്ട് ദാറ്റ്സ് ഓക്കെ, ഞാൻ എന്തായാലും എടുക്കുന്നില്ല. ഇൻ ദിസ് മൊമെൻറ്റ് ഓൾ ഇസ് വെൽ. യെസ്, ഇതും പറയാം. എല്ലാം നമ്മൾ ഇപ്പോഴത്തെ മൊമെൻറ്റിൽ എന്ത് തന്നെ സംഭവിച്ചാലും ശരി നമ്മൾ പ്രൊട്ടക്റ്റഡ് ആണ്. ഓക്കെ, ഓൾ ഇസ് വെൽ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മുടെ 3 Idiots മൂവി കണ്ടിട്ടുള്ളവർക്ക് അറിയാലോ. ഓൾ ഇസ് വെൽ, ഓൾ ഇസ് വെൽ, ഓൾ ഇസ് വെൽ എന്ന് പറയാം. മനസ്സിനെ സമാധാനിപ്പിക്കാം. 1 ലാസ്റ്റ് കാർഡ്. ഐ പുട്ട് മൈ എനർജി ഇൻ ടു തിങ്സ് ദാറ്റ് മാറ്റർ ടു മീ. യെസ്, നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ എനർജി കൊടുക്കുന്നത്, നിങ്ങളുടെ എനർജി, നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നത്, അത് എനർജി ആയാലും സമയമായാലും സ്നേഹമായാലും ഫൈനാൻസ് ആയാലും എന്ത് തന്നെ ആയാലും. ഓക്കെ, ഐ പുട്ട് മൈ എനർജി ഇൻ ടു തിങ്സ് ദാറ്റ് മാറ്റർ ടു മീ എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് നിങ്ങളുടെ സമയം കൊടുക്കുക. ഓക്കെ, ആൻഡ് അത് മാത്രമല്ല, ആക്ച്വലി അങ്ങനെയല്ല പറയേണ്ടത്. ഇവിടെ എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് വേണ്ടി എനർജി നിങ്ങളുടെ സ്പെൻഡ് ചെയ്യുക. ഓക്കെ, മറ്റുള്ളതിലേക്ക് ഇട്ടത് മതി, നിങ്ങൾക്ക് തിരിച്ച് കിട്ടാത്തതിലേക്ക് ഇട്ടത് മതി. ഐ ലെറ്റ് ഗോ ഓഫ് വാട്ട് ഐ കാൺ കൺട്രോൾ എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ടവർ മൊമെൻ്റ് ഒക്കെ വരുമ്പോൾ എന്തെങ്കിലും എൻഡായി പോകുമ്പോൾ നമുക്ക് വളരെ സങ്കടം തോന്നും. എന്നിട്ട് അത് എൻഡായി പോയല്ലോ എന്ന രീതിയിൽ ഒരു വിഷമം നമുക്ക് തോന്നാം, അല്ലെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നല്ലോ എന്നൊക്കെ തോന്നാം. ബട്ട് അത് പറയുന്നത് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളായിരിക്കും. ഓക്കെ, ബട്ട് അത് നമുക്ക് വിട്ടുകളയാം. ഐ ലെറ്റ് ഗോ ഓഫ് വാട്ട് ഐ കാൺ കൺട്രോൾ. ഓക്കെ, ചിലത് നമ്മുടെ കൺട്രോളിലല്ല എന്നാണ്. ഓക്കെ, സോ ഇതാണ് ഇന്നത്തെ മെസ്സേജ്. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.